കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിലെ അധ്യാപികമാർക്കെതിരെ PG വിദ്യാർത്ഥികളുടെ കൂട്ടപ്പരാതി. അധ്യാപികമാർ PG വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും പരാതി നൽകി. മീഡിയ 1 എക്സ്ക്ലൂസീവ്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അസ്ലം, ഈ വിദ്യാർത്ഥികൾ ഒന്നാകെ ഈ അധ്യാപികമാർക്കെതിരെ പരാതി നൽകാനുണ്ടായ സാഹചര്യം എന്താണ്? ഡോക്ടർ അനിത, ഡോക്ടർ സ്മിത തുടർന്ന് 2 സൈക്യാട്രി വിഭാഗത്തിലെ അധ്യാപകരും PG വിദ്യാർത്ഥികളോട് വളരെ മോശമായി തന്നെ തുടർച്ചയായി പെരുമാറുന്നതാണ് ശരിക്കും പരാതിക്കിടയാക്കിയത്. അതായത് ക്ലാസ് റൂമിൽ വെച്ച് മാത്രമല്ല, അവരുടെ ഈ PG ഡോക്ടർമാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ കൺസൾട്ടിങ്ങും അതോടൊപ്പം തന്നെ ചികിത്സാ സമയത്ത് OP-യിലും NP-യിലൊക്കെ തന്നെ IP-യിലും എല്ലാം അവരാണ് പ്രവർത്തിക്കുന്നത്. ആ സമയത്ത് തന്നെ ഓരോ നിസ്സാര കാര്യങ്ങളിലും നിരന്തരമായി ശകാരിക്കുക, രോഗികളുടെ മുന്നിൽ വെച്ച് തന്നെ ശകാരിക്കുക, പ്രൊസീജിയറിന്റെ ഭാഗമായി പല കാര്യങ്ങളും എഴുതി കൊണ്ടുവന്നാലും ഒരു കാര്യവുമില്ലാതെ ഒരു അടിസ്ഥാനവുമില്ലാതെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എഴുതിപ്പിക്കുക, നിങ്ങളുടെ ജോലി ചെയ്യാൻ കഴിയുന്നവരല്ല എന്ന് പറയുന്ന ഇൻസൾട്ട് ചെയ്യുക, അങ്ങനെ നിരന്തരമായ അവഹേളനവും അധിക്ഷേപവും സഹിക്കാൻ വയ്യാതെയാണ് എല്ലാ വിദ്യാർത്ഥികളും ആദ്യഘട്ടത്തിൽ പ്രിൻസിപ്പലിനോട് പോയി നേരിട്ട് പരാതി പറയുന്നു. അതിൽ പ്രിൻസിപ്പൽ തന്റെ ആവശ്യപ്പെട്ട അനുസരിച്ചിട്ടാണ് രേഖാമൂലം എല്ലാ വിദ്യാർത്ഥികളും പരാതി നൽകിയിരിക്കുന്നത്. ഓരോരുത്തരും അവർക്കുണ്ടായ അധിക്ഷേപങ്ങളുടെയും അവഹേളനങ്ങളുടെയും സംഭവങ്ങളെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ പൊതുവെ ക്ലാസ് റൂമിലും അതോടൊപ്പം തന്നെ ആശുപത്രിയിലും ഈ 2 ഡോക്ടർമാരും എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതുകൂടി പറഞ്ഞുകൊണ്ടാണ് പരാതിയെ നൽകിയിരിക്കുന്നത്. ഇന്ന് ആ വിഷയം ഇപ്പോൾ കോളേജ് യൂണിയനും SFI യൂണിറ്റ് കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് ഈ വിദ്യാർത്ഥികളുള്ളത്. ഇവർ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ, അനുസരിച്ചില്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് വരെ കുറയ്ക്കുന്നൊരു ഭീഷണി വരെ അവർ പെടുത്തിയായും പറയുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള സമ്മർദ്ദം അനുഭവിക്കുകയും അതുപോലെ തന്നെ പരീക്ഷയിൽ അവർ ഇടപെടുമോ എന്നുള്ള ഒരു ആശങ്കയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ PG വിദ്യാർത്ഥികളെല്ലാം കൂടെ തന്നെ ഒരുമിച്ച് കൂട്ടത്തോട് തന്നെ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രിൻസിപ്പലിന് പരാതി ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഡിപ്പാർട്ട്മെന്റിലെ മീറ്റിംഗ് ഉണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുന്ന പ്രതീക്ഷയാണുള്ളത്. എന്തെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുമെന്നാണ് SFIയും കോളേജ് യൂണിയനും അറിയിച്ചിരിക്കുന്നത്.